ഹലോ, സുഖാണമ്മ, കൊഴപ്പൊന്നുമില്ല. എന്നെന്താ നേരത്തെ ആണല്ലോ വിളി? ആണോ? നിങ്ങക്ക് ഡോക്ടറെ ഒന്ന് കാണിച്ചുകൂടായില്ലേ? അന്ന് ഇനി 2 ദിവസത്തിന് പണിക്കൊന്നും പോവണ്ട. ഇങ്ങനെ ശരീരം ഇളകിയിട്ട് തന്നെയാണ് ഓരോ അസുഖങ്ങൾ ഉണ്ടാവുന്നത്. ഇങ്ങള് മാത്രല്ലേ ഉള്ളൂ അവിടെ. അതിന് നിങ്ങൾ എന്നും ഇങ്ങനെ പണിക്ക് പോണ എന്തിനാ? ഞാൻ വരുമ്പോഴല്ലേ, വരുമ്പോത്തിനുള്ളത് അപ്പൊ നോക്കിയാ മതി. നിങ്ങൾ മതി ഇനി പണിയെടുത്തതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, മാസം നിങ്ങൾക്കുള്ള ചെലവിന് ഞാനാണ്ട് തരാന്നുള്ളത്. അപ്പൊ നിങ്ങക്ക് പറ്റായിട്ടല്ലേ. അന്ന് നിങ്ങളൊരു കാര്യം ചെയ്യ്. എന്തായാലും 2 ദിവസം പണിക്കൊന്നും പോവണ്ട. അപ്പൊ ഇങ്ങോട്ട് വന്നാലും നിങ്ങൾ ഇവിടെ നിക്കാലോ. ഇക്ക എന്തായാലും ആണ്ട് വരാൻ പറ്റൂല. ഇമ്മ ഇവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. ഇക്ക രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ അമ്മക്ക് ഒന്നും എടുക്കാൻ വെക്കൂല. ഒന്നും പറഞ്ഞാ പറ്റൂല. നിങ്ങൾ ഇന്റെ അടുത്തേക്ക് അല്ലാതെ വേറെ എവിടുക്ക വരിക? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മക്കളുണ്ടോ? ഞാനല്ലേ ഉള്ളൂ. എനിക്ക് എന്ത് സമാധാനം ഉണ്ടാവും അമ്മ? നിങ്ങൾ ഇങ്ങോട്ട് വരി, ഞാൻ വണ്ടിയാണ് പറഞ്ഞേക്കാം. ബസ്സിലൊന്നും വരണ്ട. ഇനി വല്ല തലയിറ്റൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആകെ കുടുങ്ങും. ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ പറഞ്ഞേക്കാം, അതിലോണ്ട് പോന്നാ മതി. നിങ്ങൾ വരുമ്പോത്തിന് ഞാൻ എന്തേലൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇക്കണ്ട് ഇവിടെ. ഓനോടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞോണ്ട്. എന്നാ ശരി, എന്നാ ഇവിടെ വരി, ഞാൻ വണ്ടി പറഞ്ഞേക്കാം. ആയിക്കോട്ടെ. ഇക്കാനോട് പറയട്ടെ ഒരു വണ്ടി പറഞ്ഞേക്കാൻ. ഇവിടുത്തെ തള്ള ചാടി കളിക്കണാവും. അന്നിപ്പോ നോക്കിട്ട് കാര്യമില്ല. എന്റെ അമ്മാനെ പിന്നെ ഇങ്ങോട്ടല്ലാതെ വേറെ കൊടുക്കാൻ കൊണ്ട പറയട്ടെ. ഇക്ക, നിങ്ങൾ പോവാറായോ? എന്റെ ഉമ്മാക്ക് തീരെ വയ്യത്ര, നല്ല പനിയാണെന്നാ പറഞ്ഞ്. അപ്പൊ ഡോക്ടറെ വാങ്ങിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിക്കണ്. ഇക്ക എന്തായാലും ഇപ്പൊ ആണ്ട് പോവാൻ പറ്റൂലല്ലോ. അപ്പൊ ഇമ്മാനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇക്കെന്ത് പ്രശ്നം? അത് അവിടെ നിക്കണേക്കാൾ നല്ല ഇങ്ങോട്ട് വരില്ലേ. ഇമ്മ എന്തെങ്കിലും പറയൂന്നുള്ളൊരു പേടിയുള്ളൂ എനിക്ക്. ഉമ്മ എന്ത് പറയണം? ഉമ്മ ഒന്നും പറയൊന്നുമില്ല. ആള് മൈൻഡ് ചെയ്യാതെ വന്നാ മതി. പിന്നെ നിങ്ങള് അങ്ങാടിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ്ട് പറഞ്ഞേക്കോ ഉമ്മാക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. അത് ഞാൻ ചെയ്തോളാം. ഞാൻ നമ്മ വരുമ്പോത്തിന് എന്തെങ്കിലും ഒരു കൂട്ടാൻ ഉണ്ടാക്കിയേക്കട്ടെ. അതിനാണെന്നുണ്ടെങ്കിൽ ഈ കരിച്ചവും പൊരിച്ചവും ഒന്നും പറ്റൂല. 2 കിഴങ്ങ് ഇരിക്കണ്ട, അതേറ്റ് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ വേഗം ചെല്ലി എന്നാലിട്ടാ. ആയിക്കോട്ടെ. മോളെ, കുഞ്ഞുമ്മുവാ, കുഞ്ഞുമ്മുവാ. കുട്ടി ഇതെവിടെ? ഇമ്മ, ഇങ്ങളാ? നിങ്ങൾ എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിക്കണാണ്ട്? വന്നൂടെ? ഒന്നല്ലേടി, ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെയാണ്ട് വിളിച്ച്. ഞാനേ അവിടെ അരക്കേന്ന് ചമ്മന്തി അരക്കാൻ വേണ്ടിട്ടേ. നിങ്ങൾ അവിടെ ഇരിക്ക. എന്തായാലും ഞാൻ താണ്ട് കൊണ്ടുവച്ചിട്ടാണ്ട് വരാം. ഞാൻ ഇരിക്കാം. ഓള് പണിയിലേക്കാരം. പനിച്ചിട്ടാണെങ്കി വെച്ച കൈ കാലൊക്കൊരു വേദന. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം പേരൊക്കെ അങ്ങനെ നേരാക്കിക്കണം. എന്റെ കുട്ടിയുടെ ഒരു ഭാഗ്യാണ്. കുടുംബശ്രീത്തെ പൈസ ഒന്ന് എഴുതിയേക്കണല്ലോ. ലോൺ എടുത്താൽ മാത്രം പോരല്ലേ, പൈസയും വേണ്ട അടക്കുക. ഉമ്മ, അവിടുത്തെ ഉമ്മ വന്നിക്കണ്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? അങ്ങനെ കണ്ണി കണ്ട ആൾക്കാരൊക്കെ പെരേക്ക് വരും. അതൊക്കെ നോക്കലല്ല ഇപ്പൊ എന്റെ പണി.
ഞാനൊന്നും പുറത്തേക്ക് വരുന്നില്ല, ജനാട് സൽക്കരിച്ചാ മതി എന്റെ അമ്മാനെ. അല്ല, ഞാൻ പറഞ്ഞുന്നുള്ളൂ, നിങ്ങളൊന്ന് അവിടെ കിടന്നോളെ. ഓളമ്മാനെ കാണാൻ പോവായിട്ട. ഓളമ്മ വലിയ കൊമ്പത്തുള്ളോളല്ലേ, ഞാൻ ആണ്ടുപോയി കാണില്ല. ഇങ്ങോട്ട് ഒന്ന് കാണട്ടെ. ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവൂല, ഒന്ന് പോയി നോക്കണല്ല എന്തൊക്കെയാണ് അവിടെ കാട്ടി കൂട്ടണ ഉമ്മയും മകളും എന്നുള്ളത്. കൊറച്ച് കഴിഞ്ഞിട്ട് പോയോക്കാം. കാലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വേദന, ഒരു പണി എടുക്കായിട്ടാ തോന്നുന്നുണ്ട്. മേലും കൈയൊക്കെ വേദന ഉണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ നടന്ന് പണിയെടുത്തിനല്ലേ, ഇപ്പൊ ഇവിടെ ഉള്ളത് കൊണ്ട് ഇപ്പൊ പണിയൊന്നും എടുക്കണില്ലല്ലോ, അതാ തോന്നുന്നുണ്ട്. ഉമ്മക്ക് ചോറ് ലേസം വിളമ്പിട്ട് കൊണ്ടുവച്ച് കൊടുക്കട്ടെ, രാവിലെ മുതൽ ഒന്നും തിന്നിട്ടുണ്ടാവില്ല. ഉമ്മ ദായി ചോറൻ തിന്നൂട്ടാണി, എന്നിട്ട് ആ പന്റെ ഉള്ളികള് കുടിച്ചാണി. ഇക്ക് വാണ്ടടി, ഞാൻ വരുമ്പോഴാണ് ചായ കുടിച്ചത്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോണ്ടേ. ഒന്നും പറഞ്ഞാ പറ്റൂല. ഞാൻ പിന്നെ അത് ആർക്ക് ഉണ്ടാക്കിയതാണ്? നിങ്ങൾ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ രണ്ടാമത് ഉണ്ടാക്കിയ കൂട്ടാനൊക്കെ. നിങ്ങൾക്ക് ഈ മീനും ഇറച്ചിയൊന്നും പറ്റൂലല്ലോ. ഇപ്പൊ എന്നോട് പറഞ്ഞാ കേക്കൂല. ഇജിപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ആണ്ട് പോയത്. ഇത് തിന്നിമ്മതാ, അത് തിന്നുങ്ങാണ്ടേ കുറച്ചേരം അവിടെ എവിടെയെങ്കിലും പോയി കിടന്നോളി. ആ ഉളിയും കുടിച്ചിങ്ങാണ്ട്, എന്നാ പിന്നെ ആ പനിയോട് വിട്ടോളൂ. ഞാൻ എന്തായാലും തുള്ളി വെള്ളം എടുത്തിട്ട് വരാം, അത് തിന്നൂടി വേഗം. പിന്നെ എന്നാല് ഉമ്മാന്റെ കുട്ടിക്ക് സുഖല്ലേ? ആ അമ്മ സുഖാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവും. ഉമ്മാക്ക് അത് കേട്ടാ മതി, എന്റെ കുട്ടിക്ക് സുഖായാ മതി എന്നുള്ള ആ ഒരു തേട്ടം മാത്രമേ ഉള്ളൂ ഉമ്മാന്റെ മനസ്സിൽ. ഇമ്മാനെ കണ്ടില്ലല്ലോ. ഇമ്മ അവിടെ തലവേദനയായിട്ട് കിടക്കാണ്. പിന്നെ ഉമ്മാക്ക് രാവിലെ ചായയും കടിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എടുത്തുള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഉമ്മ വന്നിക്കണെന്ന്, അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നീച്ചു വരുന്നുണ്ടാവും. നിങ്ങൾ പാവൊന്നും പറയാതെ നിങ്ങൾ വേഗം തിന്നൂട്ടാൻ. കുട്ടിക്ക് വേണ്ടിട്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. എന്തായാലും കൊടുന്നല്ലേ, തിന്നാം. കൂട്ടാനോ നല്ല രസമുണ്ട്. എത്ര കാലമായി ഇങ്ങനെ എന്റെ കുട്ടി ഉണ്ടാക്കി തന്നത് ഞാൻ തിന്നിട്ട്. അല്ലാ, ആരൊക്കെ വന്നിക്കണത്? ചോറ് തിന്നാണില്ലേ, തിന്നോളി. എന്താ വെള്ളം കുടിച്ചോളി, ചങ്കിലിരിക്കണ്ട. ഓളിന്നോട് പറഞ്ഞ് ഉമ്മ വന്നിക്കണെന്നുള്ളത്. അപ്പൊ ഞാനേ കുടുംബശ്രീത്തെ പൈസന്റെ കണക്കൊക്കെ എഴുതിയിടേന്ന്. അത് നേരത്തിനും കാലത്തിനും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലേ ശരിയാവൂല. പിന്നെ എന്റെ മകൻ പൈസ തന്ന കണക്ക് എന്നോട് ചോദിക്കുമ്പോ ഞാൻ മേപ്പെട്ട് നോക്കി നിക്കേണ്ടി വരും, കണക്ക് എഴുതിയിട്ടില്ലെങ്കിൽ. ഇപ്പത്തെ കാലം അങ്ങനല്ലേ, മക്കൾക്ക് നമ്മളൊന്നും ഒരു വിലയില്ല. അല്ലേ ഇപ്പൊ ഞാൻ പറയാ കേക്കാതെ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് കാട്ടുവോ? എന്താ ഓൻ ചെയ്ത്?
അല്ല ഞാൻ പറയ എന്നോട് ചോദിക്കാതെ ഓരോരുത്തരെ കൊണ്ടലും ഓൽക്ക് സാധനങ്ങൾ വാങ്ങി കൊടുക്കലും ഒക്കെ ഇപ്പൊ ഞാന് ഉണ്ടായിങ്ങാണ്ട് പോയി എന്നോട് ചോദിക്കാതെ ചെയ്യുമ്പോ ഒക്കെ ഒരു സങ്കടം ഉണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾ തിന്നി ഇത്ര രസമുള്ള കൂട്ടാനൊന്നും തിന്നലുണ്ടാവൂല അല്ലെ. ഇവിടെ എന്നും ഇങ്ങനൊക്കെ തന്നെയാണ്, ഓരോന്ന് ഉണ്ടാക്കും. പിന്നെ ഞാൻ നേരത്തെ നോക്കിയപ്പോ ഓളുണ്ട് എന്തൊക്കെ കുത്തി കലക്കി ഉണ്ടാക്കണ്. അല്ലാന്നുണ്ടെങ്കി ഒന്നും ഓള് ഉണ്ടാക്കി തരൂല്ല. ഇതിപ്പോ നിങ്ങള് വരുന്നതോണ്ടേക്കാരോ ഓള് ഇങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സാരില്ല. ഞാനിപ്പോ വെളിച്ചെണ്ണക്കും ഓയിലിനൊക്കെ ഇപ്പൊ എന്താ വില ചിട്ടാ. ഇങ്ങനെ ഞാൻ ഓളോട് പറച്ചിലുണ്ട്, ഒരു ദിവസം ഒരു കൂട്ടാൻ ഉണ്ടാക്കിയാ മതി, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാക്കരുത്. ഇനിയിപ്പൊ ആര് വന്നാപ്പൊ എന്താണ്, നമ്മളോടുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കണ്ടേ. ഇത് ഓൽക്ക് പറ്റിയത് ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ. പറയുമ്പോ ഇപ്പൊ ഈ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. നിങ്ങൾ തിന്നി, ഞാൻ ഇങ്ങളെ കാര്യം പറഞ്ഞതല്ല, ഞാൻ പൊതുവേ ഉള്ള കാര്യം പറഞ്ഞതാണ്. തിന്നൂടി. ഇപ്പൊ എന്താ ഇന്നലെ പോവോ അതോ ഇനി 4 ദിവസം ഇവിടെ ഉണ്ടാവോ? 4 ദിവസം നിക്കാനാ ഓള് പറഞ്ഞത്. ഓൾക്കൊക്കെ എന്താപ്പൊ പറഞ്ഞാ പോരെ. ചെലവ് കാര്യത്തിന്റെ ചെക്കനാണല്ലോ നോക്കണത്. പിന്നെ അത് മാത്രല്ലേ, ഓളൊന്നും ഇപ്പൊ ഇത്ര സൗകര്യത്തിൽ നിന്നിട്ടില്ലല്ലോ നിങ്ങളെ പെരേല്. നിങ്ങളെ പെര എന്താ ഒരു ഓടിട്ട് ചെറിയ ഒരു റൂമുള്ള ഒരു പെര, അതല്ലേ ഉള്ളൂ. അപ്പൊ ഇത്ര സൗകര്യമൊക്കെ കാണുമ്പോ ഓള് പറയും നിങ്ങളോട് നിക്കാനൊക്കെ. നിങ്ങൾക്കും ഉണ്ടാവൂല്ലോ ഇപ്പൊ അതൊക്കെ ഒരു പൂതി. ഞാൻ പറഞ്ഞൂന്നുള്ളൂട്ടാ. നിങ്ങള് നിക്കി 2 ദിവസോ 4 ദിവസോ 10 ദിവസോ ഒക്കെ ആയിട്ട് നിന്നോളി. നിന്നിട്ട് പോയിക്കോളി. ഇപ്പൊ എന്താ നിങ്ങക്ക് ഇപ്പൊ ചെലവും ഇല്ല, നിങ്ങക്ക് പണിക്കും പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ ഇപ്പൊ ഇവിടുന്ന് നടക്കുമല്ലോ. ഗുളികയും മരുന്നാണെന്നുണ്ടെങ്കിൽ ഓനോട് പറഞ്ഞാലും ഓൻ കൊടുന്നു തരും ചെയ്യും. അങ്ങനെ എന്റെ പെണ്ണെന്നെ വരലില്ല ഇങ്ങണ്ട്. മോള് പറയും ഞാൻ ആണ്ട് വരുന്നില്ലമ്മ, എന്താപ്പ അങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട്, ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാണ്, ഇപ്പൊ ഇതൊക്കെ കുറച്ച് ഓവറാണല്ലോ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇക്ക് എന്തായാലും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിട്ടുള്ളൂ. നമ്മളെ പെരേല് നമ്മളല്ലാതെ വേറെ ഒരാള് വന്നിക്കണത് എനിക്ക് ഇഷ്ടമുള്ള കാര്യല്ല. ആ വെള്ളം വെച്ചുകൊടുക്ക്. വെള്ളം ഇവിടെ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നുള്ളു, അത് ഞാൻ അമ്മാക്ക് വെച്ചുകൊടുത്ത്. അത് കൊടുത്താളാ. ഞാൻ എന്നാ പോയിട്ട് കുറച്ചേരം കൂടി ഒന്ന് കെടുക്കട്ടെ. എന്തായാലും തിന്നൂടി. നിങ്ങളെന്തമ്മ തിന്നാത്ത്? അത് തിന്നി. മതിയടി, വയറ് നിറഞ്ഞു. ഇക്കാര്യം എന്റെ അമ്മ എന്തോണ്ടാ തിന്നാത്തെന്നുള്ളത്. അതിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ഉമ്മ. ആരും വരുന്നൊന്നും ഇഷ്ടല്ല. പിന്നെ ഞാൻ എന്റെ അമ്മാനോടൊന്നും പറയാതിരുന്നതാ. ഇതാണല്ലേ അമ്മാന്റെ കുട്ടിക്ക് സുഖാണെന്ന് പറഞ്ഞത്. ഇന്നൊന്നും അറിയിക്കാതെ എന്റെ കുട്ടി എത്ര കാലായി. എന്ത് സുഖമ്മ, ഞാൻ തിന്നായിരുന്നാലും ഇങ്ങനെ തന്നെയാണ്. പറയുമ്പോ ഞാൻ വെച്ചുണ്ടാക്കിട്ടാ ഞാൻ തിന്നണെന്ന് പറയാം. സ്വന്തം മകന്റെ പെണ്ണുങ്ങളല്ലേ ഞാന്. ഞാൻ തിന്നായിരുന്നാലും ഇതേ അവസ്ഥ തന്നെയാണ്. തിന്നാണ്ട് സമ്മതിക്കൂല, ചങ്കിന്ന് കടി ഇറങ്ങൂല. ഓരോ കുത്തുവാക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ട് തിന്നൂടി ഇരുന്നിട്ട്. എന്റെ ഉമ്മല്ലേ, ഞാൻ വെച്ചുണ്ടാക്കിയല്ലേ. എന്റെ ഉമ്മ കൊറേ കാലായി ഇങ്ങനത്തൊക്കെ തിന്നിട്ട്. തിന്നുമ്മ. വെള്ളം എന്റെ കുട്ടി ഉണ്ടാക്കി തന്നിട്ട് ഞാൻ തിന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിനൊരു സങ്കടാവും. പറയടി. പെണ്ണ് വിളിച്ചാണേ, ഞാൻ അവിടെ ഇരുന്നോളെ. അതാ എന്റെ നാത്തൂന്റെ അമ്മയാണ്.
ഇങ്ങോട്ട് വന്നിക്കണ് 4 ദിവസം നിക്കാൻ വന്നാ അത്ര വെജായിട്ടേ. അപ്പൊ അതിനോട് പറഞ്ഞതാണ്. ആ ഒന്നും പറയണ്ട. ഇങ്ങനെ വരുന്നേന് നമ്മളിപ്പോ എന്താ കാട്ടുക? പോലെ പെരേക്കൊന്നും നമ്മള് പോണൊന്നുമില്ലല്ലോ. മരോന്റെ ചെലവിൽ നിക്കാന്നൊക്കെ പറഞ്ഞതേ അത് വലിയൊരു എടങ്ങേറ് പിടിച്ച കാര്യാണ്. ഞാനൊന്നും ഇപ്പൊ ആണ്ടൊന്നും വരുന്നില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെയല്ലേ നിക്കണത്. ഇജി എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നെങ്കി ആയി. ആരോട് പറയണ അതൊക്കെ? നാടും മാനും ഇല്ലാത്തവർ അങ്ങനൊക്കെ തന്നെയാണ്. അന്നമ്മേ പിന്നെ വിളിക്കട്ടാ. ഞാൻ ഓളെ ഉമ്മാനോടൊന്ന് വർത്താനം പറയട്ടെ. ഇന്ന് ശരി, ഇന്നജ് വെച്ചാളാ. ആ പെണ്ണ് ഓരോരോ തമാശ പറയാ. അത് നിങ്ങൾ കാര്യാക്കണ്ടട്ടാ. ഓള് അങ്ങനൊക്കെ തന്നെയാണ്. ഇവർക്ക് ആരും വരുന്നൊന്നും ഇഷ്ടല്ല ഓൾക്ക്. അതുകൊണ്ട് ഓള് പറയുന്നതാണ്. നിങ്ങളതൊന്നും കാര്യാക്കണ്ട. ഇവിടെ വന്നതുകൊണ്ടല്ലോ അങ്ങനൊക്കെ പറയുന്നു. എന്റെ കുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാവരുത്. പനിച്ചു വരച്ചാലും വേണ്ടില്ല. ആണ്ട് പോവാ നല്ല. ഇവിടെ നിക്കണ എന്തിനാ? എന്റെ കുട്ടിക്കും കൂടി സ്വസ്ഥ ഉണ്ടാവില്ല. മോളെ മോളെ എന്തമ്മ? ആ ഞാനവിടെ പോട്ടെട്ടാ. ഇനിയിപ്പോ നിക്കണില്ല. പോവേ? അന്നിപ്പോ പോണ്? അതെ, ഇന്റെ ഒരു ഗുളിക എടുക്കാൻ മറന്നിക്കണ്. അപ്പൊ ഇനിയിപ്പൊ എന്തായാലും ഞാൻ അവിടെ പോട്ടെ വിചാരിക്കാം. സാരില്ല, അതിക്ക പോയി കൊടുന്നോളൂ. ആ പെരന്റെ ചാവി ഇങ്ങോട്ട് തന്നാളി. ഒരു ഗുളിക മറന്നിക്കണ് വിചാരിച്ചിട്ട് ഇപ്പൊ ആണ്ടന്നെ പോവാൻ നിക്കാ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. ചാവി എടുത്തേര്, ഞാൻ ഇക്കാനെ കൊണ്ട് കൊണ്ടിച്ചോളാം. എന്റെ അമ്മങ്ങളെ കണ്ണറിഞ്ഞിക്കണ്. സത്യം പറഞ്ഞമ്മ, ഞാനിപ്പോ ആ റൂമിൽ പോയ സമയത്ത് എന്തേലും ഉണ്ടായ ഇവിടെ? അതെ, ഉമ്മ ഇവിടെ നിന്നാ ശരിയാവൂല. ഉമ്മാന്റെ കുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാവും. ഞാനവിടെ പോട്ടെ. എന്റെ അമ്മായിമ്മ ഓന്റെ പെങ്ങൾക്കൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിക്കണ് നാണല്ലാതെ വന്ന് നിക്കാണ്. ഉമ്മ ഓരത് തിന്നും പോയടി. ഇച്ച ഒരാള് കാരണം നിർബന്ധിച്ചിട്ടാ ഞാനത് തിന്നല്ലെങ്കിൽ ഉമ്മ തിന്നൂല. പൊരുത്തില്ലാത്ത മുതൽ ഇപ്പൊ തിന്ന പോലായി. എന്റെ കുട്ടി ബേജാറാവണ്ട. ഉമ്മക്ക് ഒരു കുഴപ്പമില്ല. മടി പോട്ടെ. എന്റെ കുട്ടിയും കൂടി നിക്കണ ഇല്ലാതാവും ഇവിടെ. ഞാൻ എന്താ ഉമ്മ പറയാ? ഉമ്മ ഒന്ന് പോയിക്കോ. ഞാൻ ഇക്കാനോട് ചോദിച്ചിട്ട് ഞാനാണ്ട് വരാം. ഇങ്ങനൊക്കെ സഹിച്ചിട്ട് ഞാൻ എന്തിനാ ഇവിടെ ഞാൻ നിക്കണത്? ഇക്ക് എന്റെ ഉമ്മാനെ നോക്കാതിരിക്കാൻ പറ്റൂല. ഇപ്പൊ തൽക്കാലം പോയിക്കോ, അതാ നല്ലേ. എന്റെ കുട്ടി എങ്ങനെയാലും അവനോട് ചോദിച്ചിട്ട് വായോ. ഞാൻ പറഞ്ഞേക്കൂലെന്ന് പറയാണെന്നുണ്ടെങ്കിൽ വരും വേണ്ട. ഇമ്മ ജമീൽ താത്താടെ എവിടെയെങ്കിലൊക്കെ പോയി കിടന്നോണ്ട്. എന്നും അങ്ങനെ തന്നെയല്ലേ. ഉമ്മ പോട്ടെ. ഇപ്പൊ ബസ് ഉണ്ട്, ഞാൻ വണ്ടി വിളിച്ചേരാം. ഇങ്ങനത്തെ സ്ഥലത്ത് നിക്കണ്ട. ഞാൻ തന്നെ എന്റെ ഗതികേടോണ്ട് നിന്ന് പോവാണ്. ഉമ്മാക്ക് എന്നെയും കൂടി നോക്കാൻ വയ്ക്കൂല. പക്ഷെ ഇക്ക പാവാണ് ഉമ്മ. ഇക്കാന്റെ ഒരു സ്നേഹം കാരണം ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് പോണത്. അല്ലെങ്കിൽ പണ്ടേ ഞാൻ ആണ്ട് വന്നിട്ടുണ്ടാവും. ഉമ്മ പൊയ്ക്കോ. വന്നാട് കൊല്ലായ്മ ഉണ്ടാവൂട്ടാ. ആണ്ട് വായ. പോയിട്ട് എന്താ ഞാൻ ചെയ്യണോ? എന്താ ഇവിടെ വന്നിരിക്കണ്? ഒന്നല്ല, ഞാൻ പണികളൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ വന്നിരുന്നതാ. അല്ല, എന്റെ ഉമ്മ വന്നീലേ? ഞാൻ വണ്ടി പറഞ്ഞല്ലോ. ആ, ഇമ്മ വന്ന പോലെ തന്നെ പോവും ചെയ്ത്. പോയോ? എന്തേ? എന്താ ഇക്കങ്ങളമ്മാനോട് ഞാനും എന്റെ പെരക്കാരും ചെയ്തത്?
എന്റെ അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ. എന്റെ എപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അമ്മക്ക് ഇപ്പൊ ഈ അവസ്ഥ വരൂലല്ലോ. ഞാൻ ഒരു മകളല്ലേ ഉള്ളൂ എന്റെ അമ്മക്ക്. അതുകൊണ്ടല്ല എന്റെ അമ്മ ഇങ്ങോട്ട് വന്നത്. ആ പാവത്തിന് കണ്ടിട്ട് ചോറ് തന്നോർത്ത് നിങ്ങളമ്മ ഇറക്കി വിട്ട് ഫോൺ വിളിച്ചിട്ട് നിങ്ങളെ പെങ്ങൾക്ക് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണ എന്റെ അമ്മ കേട്ടിക്കണ്. എന്റെ അമ്മാനിങ്ങനെ കുത്തി പറയണ എന്തിനായിക്ക? പാവല്ല അത്. അനക്ക് ഇക്കൊന്നും വിളിച്ചൂടായില്ലേ? ഞാൻ എന്തിനു നിങ്ങക്ക് വിളിക്കണ്? നിങ്ങളമ്മാന്റെ സ്വഭാവം നിങ്ങക്ക് അറിയണല്ലേ. നിങ്ങളൊരു വാക്ക് പോലും നിങ്ങളമ്മാനോട് പറയണ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളമ്മാനെ ചീത്ത പറയണമെന്നോ ഒന്നുമില്ല ഞാൻ പറയണത്. ഇക്ക ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ സാധു എന്ത് ചെയ്ത് നിങ്ങളൊക്കെ പനിച്ച് വരച്ചിട്ട് വന്നത്. അതിനൊരു ഗുളിക കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ചോറെടുത്ത് കൊടുത്ത് അത് തിന്ന് നീക്കാൻ അയച്ചില്ല നിങ്ങളമ്മ ഓരോന്ന് പറഞ്ഞിട്ട്. മതിയായിരിക്കും. എന്റെ ഉമ്മക്ക് ആരും ഇല്ലല്ലോ ഇക്ക. നിങ്ങളൊരാളെ വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവാത്തത്. അല്ലെങ്കിൽ എന്നോ ഞാൻ ഇവിടുന്ന് നിങ്ങളമ്മാന്റെ അടുത്തുനിന്ന് പോവായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അതിനൊക്കെ കുറ്റം നിങ്ങളമ്മക്ക്. ഇന്നെന്തെങ്കിലും തിന്നാൻ സമ്മതിക്കോ? അതും ചെയ്യൂല. മതിയായിക്ക്. എന്തായാലും ഈ ഒരു കാര്യം ചെയ്യ്, ഈ എന്റെ ഉമ്മാന്റെ അടുത്ത് പോയി നിന്നോ. അതിന് നിങ്ങളമ്മ അതിന് സമ്മതിക്കൂലല്ലോ. ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പേരും പറഞ്ഞിട്ടേക്കാരം അടുത്ത തിരക്കുണ്ടാക്കുക. എന്റെ പെണ്ണുങ്ങളെ എങ്ങോട്ട് പറഞ്ഞേക്കണം എന്നുള്ളത് ഞാനാ തീരുമാനിക്കാൻ, അല്ലാതെ ഉമ്മല്ല. ഇത്രയും കാലം ഞാൻ ഉമ്മാന്റെ വാക്കും കേട്ട് നിന്ന്. ആ ഇനി ഈ എന്തായാലും പോയിക്കോ. ഇമ്മ ഇനി ഒന്നും പറയില്ല. ഞാൻ എന്തിനാ ഇവിടെ നിക്കണത്? ഇക്ക പറഞ്ഞ പോലെ ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്ത് നിക്കന്നല്ലേ നല്ലത്. ഇപ്പൊ തടിക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഉള്ള പണികളൊക്കെ എടുത്തിട്ട് ഞാൻ നിന്നോളും. ഇന്ന് ആവശ്യം വരുന്ന കാലത്ത് ഇങ്ങോട്ട് പോരാ.